സ്വന്തം ഇഷ്ടത്തിനും താൽപ്പര്യത്തിനും അധികാരം നടത്തുന്ന ഒരു രാജാവ്, എന്നാൽ അതിനെ നിയന്ത്രിക്കുന്ന അത്യുന്നതനായ ഒരു ദൈവം. പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ നാം ചെയ്യാറുള്ളത് ഇതാണ്. നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനവും പ്രവൃത്തിയും നാം ചെയ്യാറുണ്ട്. എന്നാൽ പിന്നത്തേതിൽ ദൈവം അതിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ മേൽ നീതി നടപ്പാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 26-ാം വാക്യം. അത്യുന്നത ദൈവത്തിൻ്റെ ദാസനായ ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. അതെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നെബൂഖദ്നേസർ ദയയില്ലാതെ ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും പ്രവർത്തിച്ചു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ മാത്രമാണ് ഏകാധിപതിയെന്നും തനിക്ക് മാത്രമാണ് അധികാരമുള്ളതെന്നും തൻ്റെ അധികാരത്തിന് മുകളിൽ പ്രവർത്തിക്കുവാൻ മറ്റൊരു ശക്തിയും ഇല്ലെന്ന് താൻ കരുതിക്കൊണ്ടിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അധികാരങ്ങളുടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, നമ്മുടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, പലപ്പോഴും വ്യക്തമായ നിഗളവും എടുത്തുചാട്ടവും സ്വന്തം ഇച്ഛകളും നിമിത്തം പലരെയും നാം അപമാനിക്കാറുണ്ട്, പലരെയും നാം ശിക്ഷിക്കാറുണ്ട്, പലരുടെ മേലും നാം കുറ്റം വിധിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു അത്യുന്നതനായ ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യും. അവൻ മനുഷ്യൻ്റെ നിന്ദയെ മാറ്റി അത്ഭുതങ്ങൾ നിൻ്റെ മേൽ ചെയ്യുന്ന കർത്താവാണ്. അതെ, ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. പർവ്വതങ്ങൾ നിർമ്മിക്കുകയും ഭൂമിക്ക് ഉന്നതങ്ങളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അതെ, ഭൂമിയെ ഉരുവാക്കിയ ദൈവം, സമുദ്രവും അതിലുള്ളതിനെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും നിർമ്മിച്ച അദൃശ്യനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പലപ്പോഴും നാം അത് ഓർക്കാതെയാണ് നമ്മുടെ ജീവിത നാളുകൾ കഴിച്ചു കൂട്ടുന്നത്. പലപ്പോഴും അത് തിരിച്ചറിയാതെ മറ്റുള്ളവരോട് പകയ്ക്കുകയും നിന്ദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ധാർഷ്ട്യ സ്വഭാവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നെബൂഖദ്നേസറിന് സംഭവിച്ചതുപോലെ ഒരത്ഭുതം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഫോഴ്സ് ആ ദൈവശക്തി, ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ദൈവകൃപയിൽ വിശ്വസിച്ച് അനുദിനവും ദൈവാനുഗ്രഹത്തിനായി നമ്മെ തന്നെ ഒരുക്കി നമുക്ക് മുൻപോട്ട് പോകാം. രാജാവിൻ്റെ കോടതിക്കും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക കോടതി ഉണ്ട്.